ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം 1000-ലധികം സ്തോത്രങ്ങളെ കൊണ്ട് ആനന്ദസ്വരൂപനായ ഭഗവാന് അന്തണഭക്തനായ മേൽപുത്തൂർ നാരായണ ഭട്ടതിരി സമർപ്പിച്ച അക്ഷരനൈവേദ്യം. ആ നൈവേദ്യത്തിൻ്റെ മധുരം ആസ്വദിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു ശ്ലോകം എന്നുള്ള രീതിയിൽ നാരായണീയ മധുരം എന്ന നാമധേയത്തോടുകൂടി നാമും ഒരക്ഷരോപാസന ആരംഭിച്ചിട്ട് ഇന്ന് 195-ാമത്തെ ദിവസം. ഇന്ന് 19-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. അത് ആദ്യം ശ്ലോകം, പിന്നീട് അർത്ഥം, പിന്നീട് വീണ്ടും ശ്ലോകം, അതിനുശേഷം ശ്രീഹരിയം എന്ന ഒരു നിഴൽ നാരായണീയം അഥവാ ഭാഷാഗാനം പാടി നമുക്ക് സമർപ്പിക്കാം. ആദ്യം ശ്ലോകം ചൊല്ലുന്നു. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാഗാ പതഗേന്ദ്രവാഹന വിരാജിചക്രാദിവരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതി. കൃപാബലേന ഏവ പ്രചേതസാം പുരാ പതഗേന്ദ്രവാഹന വിരാജി ചക്രാദിവരായുധാംശുഭി അഷ്ടാഭി ഭുജാഭി ഉദഞ്ചിതദ്യുതി പ്രകാശം ആഗാ.
കൃപാബലേന ഏവ. പ്രചേതസ്സുകളുടെ തപസ്സിന്റെ ശക്തിയല്ല, മറിച്ച് ഭഗവാന്റെ കാരുണ്യത്തിന്റെ ശക്തിയാണ്. ഒന്നുമെൻ നൈപുണ്യമല്ല ദേവ, എല്ലാം നിൻ കാരുണ്യമൊന്നു മാത്രം എന്ന് ഭക്തന്മാർ പറയുന്നത് പോലെ ഇവിടെ പട്ടേരിപ്പാട് പറഞ്ഞു, അവിടുത്തെ കാരുണ്യത്തിന്റെ ശക്തി കൊണ്ട് തന്നെ പ്രചേതസാം പുരാഹ, പ്രചേതസ്സുകളുടെ മുമ്പിൽ പതകേന്ദ്രവാഹന, സാക്ഷാൽ ഗരുഡവാഹനനായിട്ട് ഗരുഡാരൂഢനായിട്ട് വിരാജി ചക്രാദിവരായുധാംശുഭി, ചക്രം മുതലായ വിശേഷമായിട്ടുള്ള ആയുധങ്ങളുടെ രശ്മികൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ടാഭി ഭുജാഭി, 8 തൃക്കൈകളോടുകൂടി ഉദഞ്ചിത ദ്യുതി, വർദ്ധിച്ച ദ്യുതി ശോഭ, വർദ്ധിച്ച ശോഭയോടുകൂടി പ്രകാശം ആക പ്രത്യക്ഷനായി. ആര് പ്രത്യക്ഷനായി? ഭഗവാൻ പ്രത്യക്ഷനായി. പ്രചേതസ്സുകളുടെ ആഗ്രഹമല്ല ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ കാരണമായത്, മറിച്ച് ഭഗവാന്റെ കാരുണ്യാതിശയം കൊണ്ടാണ്. നേരത്തെ നമ്മളൊരു ശ്ലോകത്തിൽ കണ്ടു, ധ്രുവവന്ന ശീഘ്രത, ധ്രുവനെ പോലെ പെട്ടെന്ന് ഭഗവത് പദപ്രാപ്തി അല്ലെങ്കിൽ ഭഗവത് ദർശനം ഇവർക്ക് സാധ്യമായില്ല. കാരണം എന്താ? അവരത് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെ ഭജിച്ചു തുടങ്ങിയപ്പോൾ ഭഗവാന്റെ കാരുണ്യം, അതുകൊണ്ട് ഭഗവാൻ അവരുടെ മുമ്പിൽ 8 തൃക്കൈകളോടുകൂടി ദാ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോ ഭഗവത് ഭജനത്തിലുള്ള ആനന്ദം അത് ഈ പ്രചേതസ്സുകൾക്ക് അവർ ഭജിച്ച് കഴിയുമ്പോൾ അവരെ അനുഗ്രഹിക്കാനുള്ള ഭഗവാന്റെ കാരുണ്യം അല്ലെങ്കിൽ ആഗ്രഹം, അതുകൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുന്നു. ആ ശ്ലോകം നമുക്ക് ഒരിക്കൽ കൂടി ചൊല്ലാം. കൃപാബലേനൈവ പുര പ്രചേതസാം പ്രകാശമാഗ പതഗേന്ദ്രവാഹന വിരാജി ചക്രാദിവരായുധാംശുഭിർ ഭുജാഭിരഷ്ടാഭിരുദഞ്ചിതദ്യുതി. ഇനി ശ്രീഹരിയം, ഒരു നിഴൽ നാരായണീയം. നാരായണ 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 ശ്രീവാസുദേവാ. കാരുണ്യത്തിൻ ശക്തിയാലെ കരുണാവാരിധി ദേവൻ ഗരുഡാധിരൂഢനായി പ്രത്യക്ഷപ്പെട്ടു. അഷ്ടഭുജ ശോഭയോടെ ശിഷ്ടജനപാലകനം ഇഷ്ടദേവൻ സൂര്യസമം മിന്നിത്തിളങ്ങി. നാരായണ 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 ഗുരുവാതേശ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരി ഓം.